സഹോദരന്മാർ, പ്രിയ സഹോദരി സഹോദരന്മാർ, അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കുന്നത്. സുജന സിസ്റ്റർ വീട്ടിൽ വന്നിട്ട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു സാന്ത്വനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട്. 4 മണിക്ക് എത്തിച്ചേരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ വേഗം തന്നെ കണ്ണൂർ എത്തേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, 2 വാക്ക് മാത്രം ചടങ്ങിന് വേണ്ടി സംസാരിച്ച് ഞാൻ പോകും. എല്ലാവരും ക്ഷമിക്കുക. ഈ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ അത് അവസാനം വരെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ആകാമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ചുരൽമല ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ള ഒരു മഴ, ആ കുടുംബങ്ങളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ മാനസിക നിലവാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹപരമായിട്ടുള്ള ഒരു കടമയാണ് എന്നുള്ളതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട, ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആൾക്കാരെ വേഗത്തിൽ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താനും അവർക്ക് സാന്ത്വനം നൽകുന്നതിനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഒരുപാട് കുടുംബാംഗങ്ങളെ നമുക്ക് ഈ നിമിഷവും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ആരൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് നമുക്കിപ്പോഴും അജ്ഞാതമായി കിടക്കുക. വല്ലാത്തൊരു പ്രയാസമാണ് നമ്മുടെ വയനാടിനും അതുപോലെ തന്നെ കേരളത്തിനും നമ്മുടെ സമൂഹത്തിനുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. എനിക്കിവിടെ പങ്കുവെക്കാനുള്ളൊരു കാര്യം, ഈ ദുരന്തമുണ്ടായപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിൽ നമ്മുടെ സമൂഹത്തിലെ നാനാതുറയിലുള്ള എല്ലാവരും തോളോട് തോൾ ചേർന്നുകൊണ്ട്, കൈമെയ് മറന്നുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാവരും ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ടും വിലയിരുത്തുകയാണ്. അത് സൂചിപ്പിക്കുന്നത് നാം എന്താണോ ബ്രഹ്മകുമാരി ലക്ഷ്യം വെക്കുന്ന ഒരു കാഴ്ചപ്പാട്, അത് അനർത്ഥമാക്കുന്ന രീതിയിൽ നമ്മുടെ സ്നേഹവും നമ്മുടെ സാഹോദര്യവും നമ്മുടെ ഐക്യവും അതിലൂടെ നമ്മുടെ ഏകാഗ്രതയും തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് നിന്ന് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ഈ ചടങ്ങിൽ നിന്നിട്ട് അങ്ങനെ വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കും, ഞാൻ താല്പര്യപ്പെടുന്നത്. എല്ലാ കാലത്തും നമുക്ക് നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് നടക്കാനും ചിന്തിക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയണമെന്ന് തന്നെയാണ് മറ്റൊരു വശമായിട്ട് കാണേണ്ട ഒരു കാര്യം. ആ ഒരു അർത്ഥത്തിൽ അവസാനമായിട്ട് ചുരൽമലയുടെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 1ാം ഘട്ടം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി 2ാം ഘട്ടമാണ് ഉള്ളത്. അവർക്ക് സ്ഥിരമായിട്ട് താമസിക്കാനൊരു സ്ഥലവും അതിലൊരു വീടും ജീവിക്കാനൊരു മാർഗവും നമുക്കുണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടി സർക്കാരുകളും കേരള കേന്ദ്ര സർക്കാരുകളും അതിനോടൊപ്പം ചേർന്ന് നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ ഈ സമയം മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം
സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏകദേശം 738 കുടുംബങ്ങളാണ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ കുടുംബാംഗങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനിയും തുടർന്നും ഒറ്റ മനസ്സായി നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രമാണ് ഈ അജണ്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലും ഞാൻ കടക്കുന്നില്ല. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും പ്രത്യേകിച്ച് സുജന സിസ്റ്ററോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വം ഈ ചടങ്ങ്, ഈ മെഡിറ്റേഷൻ ക്ലാസ് സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു.